പത്തനംതിട്ട ഇലവുങ്കലിൽ ബസ് അപകടം. ശബരിമല തീർത്ഥാടകരുടെ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവറുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരുക്ക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഹൈ മാസ്റ്റ് ലൈറ്റ് പൊട്ടിവീണു. തൊഴിലാളിക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് പരുക്ക്. ഇടമലയാർ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പുലർച്ചെ നാശം വിതച്ചത് 6 ആനകൾ. ക്ലാസ് മുറികളും പച്ചക്കറിത്തോട്ടവും കുടിവെള്ള പൈപ്പും നശിപ്പിച്ചു. കോഴിക്കോട് ഇരിങ്ങലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടുക്കിയിൽ അരിക്കൊമ്പൻ ദൌത്യത്തിനായി വനം വകുപ്പ് സംഘങ്ങൾ രൂപീകരിച്ചു. ദൌത്യം പൂർത്തിയാക്കുക 8 സംഘങ്ങളായി തിരിഞ്ഞ്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരുക്ക. ഇലവുങ്കലിൽ നിന്നും എരുമേലിയിലേക്കുള്ള റോഡിൽ നാറാൻ തോടിന് സമീപമായിരുന്നു അപകടം. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമാണ്. ഇലവുങ്കൽ എരുമേലി റോഡിലെ 3ാം വളവിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 9 കുട്ടികളടക്കം 64 പേർ ബസ്സിലുണ്ടായിരുന്നു. തമിഴ്നാട് തഞ്ചാവൂർ മയിലാടുതുറൈ ജില്ലയിലെ മായാരം സ്വദേശികളാണ്. 12 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ബാലസുബ്രഹ്മണ്യത്തിന് തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. യാത്രക്കാരനായ രംഗനാഥും അത്യാസന്ന നിലയിലാണ്. സ്ഥലത്തെത്തിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത്. മറ്റ് സ്റ്റേഷനിൽ നിന്ന് ആംബുലൻസുകളെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ വന്നു. ആദ്യം തന്നെ അപകടത്തിന്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ പരമാവധി കാഷ്വാലിറ്റീസിനെ നമ്മൾ ഇവിടുന്ന് മാറ്റി. 35 പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും 15 പേരെ നിലയ്ക്കൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുൻപും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിലെ അരിക്കൊമ്പൻ ദൌത്യത്തിനായുള്ള വനംവകുപ്പ് സംഘങ്ങൾ രൂപീകരിച്ചു. 8 സംഘങ്ങളായി തിരിഞ്ഞാണ് ദൌത്യം പൂർത്തിയാക്കുക. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ മോക്ക് ഡ്രിൽ ഒഴിവാക്കാനാണ് തീരുമാനം. CCF-മാരായ നരേന്ദ്രബാബു, RS അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ 8 സംഘങ്ങളെയാണ് ദൌത്യത്തിനായി നിയോഗിച്ചത്. ഓരോ സംഘത്തിനും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജോലികൾ ഡോക്ടർ അരുൺ സക്രിയ വിശദീകരിച്ചു. ദൌത്യത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളും പരിചയപ്പെടുത്തി. ഓരോ സംഘത്തിന്റെ തലവന്മാരും നിൽക്കേണ്ട സ്ഥലവും നിശ്ചയിച്ചു. അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടിയാൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ബലപ്പെടുത്തിയ വാഹനവും തയ്യാറാക്കി. കോടതി വിധി അനുകൂലമായാൽ 30-ന് രാവിലെ 4 മണിക്ക് ദൌത്യം തുടങ്ങും. അരിക്കൊമ്പൻ നിലവിൽ ദൌത്യ മേഖലയ്ക്ക് സമീപത്താണുള്ളത്. ആന തിരികെ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പോകാതിരിക്കുവാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കോടതിയിൽ ആവശ്യമായ രേഖകൾ വനംവകുപ്പ് സമർപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി നിശ്ചയിച്ച മേൽനോട്ട സമിതി പരിശോധന നടത്തി. വള്ളക്കടവ് വഴി ഡാമിലെത്തിയാണ് പരിശോധന നടത്തിയത്. അണക്കെട്ടിലെത്തിയ സംഘം ഷട്ടർ, സ്പിൽവേ, പേജ് വാട്ടറിന്റെ അളവ്, ബേബി ഡാം, ഗ്യാലറി തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന നടത്തി. സ്വതന്ത്ര സമിതിയെക്കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് ഇരിങ്ങലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ലോറിയുടെ മുൻഭാഗത്താണ് തീ ഉയർന്നത്. വടകരയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപകടം. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ കയർ പൊട്ടി വീണ് തൊഴിലാളി മരിച്ചു. പേട്ട സ്വദേശി അനിലാണ് മരിച്ചത്. 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം ഇടമലയാർ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 6ഓളം വരുന്ന കാട്ടാനക്കൂട്ടമാണ് സ്കൂളിൽ വലിയ നാശമുണ്ടാക്കിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കൂട്ടമായി എത്തിയ ആനകൾ ക്ലാസ് മുറികളുടെ ജനാലകളും സ്റ്റോർ റൂമും കുടിവെള്ള ടാങ്കും പൈപ്പുകളും കുട്ടികളുടെ പച്ചക്കറിത്തോട്ടവും തകർത്തു. ഇടമലയാർ വന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് നേരെ മുമ്പും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നാശമുണ്ടാക്കിയതോടെ പരീക്ഷയ്ക്കെത്തിയ കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താതെ സ്കൂൾ മുറ്റത്തായിരുന്നു ഇന്ന് ഇരുത്തിയത്.
ഫെൻസിംഗ് പ്രവർത്തനരഹിതമായതാണ് പ്രശ്നമായതെന്നും ബദൽ സംവിധാനമൊരുക്കുമെന്നും സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ജോയ് OP പറഞ്ഞു. ഇതുപോലെ തന്നെ 2016 ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഫെൻസിംഗ് ഇട്ട് പോയെങ്കിലും പിന്നീട് അതിൻ്റെ കാര്യമായ മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഫെൻസിംഗ് ഇടുകയായിരുന്നെങ്കിൽ ഒരു കാര്യക്ഷമമായി വർക്ക് ചെയ്തെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു. ഏകദേശം ഒരു 2 ലക്ഷം രൂപയിലധികം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രാഥമിക ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും തൊഴിൽ ഒരു നാശനഷ്ടം സംഭവിച്ചായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ആനശല്യം നേരിടാൻ നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടമ്പുഴ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC റോയ് പറഞ്ഞു. 2 ദിവസം കൂടി ഇനി പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ വെക്കേഷനാണ്. വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇവിടെ പ്രവേശിച്ച് പഠനം നടത്തണമെങ്കിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിന് സന്നദ്ധനാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് 6 ലക്ഷം രൂപ ഇതിന് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടമലയാർ. മലപ്പുറം തിരൂർ നഗരസഭാ ഓഫീസിന് മുൻപിൽ നിന്നും ജീവനക്കാരന്റെ ബൈക്ക് മോഷണം പോയതായി പരാതി. മുനിസിപ്പൽ ജീവനക്കാരനായ വിഷ്ണുവിന്റെ ബൈക്കാണ് നഷ്ടമായത്. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കൊല്ലം പുനലൂർ നഗരസഭയുടെ 52ാമത് ബജറ്റ് വൈസ് ചെയർമാൻ D ദിനേശൻ അവതരിപ്പിച്ചു. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സാക്ഷരത നൽകുന്ന സ്മാർട്ട് വിമൺ, മാനവശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതിയായ പ്രോഗ്രസ്, സർക്കാർ സ്കൂളുകളിൽ മികച്ച ഗ്രന്ഥശാല ഒരുക്കുന്നതിനായി ഗ്രന്ഥപുര, കലാകായിക പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി പ്രത്യേക പദ്ധതി എന്നിവയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വിഭാവന ചെയ്തിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക പാക്കേജ്, എല്ലാ സർക്കാർ സ്കൂളുകളിലും മികവ്, ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കൾക്ക് തണൽ പദ്ധതി തുടങ്ങിയവയും നടപ്പാക്കാനാണ് ശ്രമം. കൊല്ലം കൊട്ടാരക്കരയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ഓയൂർ വെളിനല്ലൂർ ക്ഷേത്രത്തിലെ രോഹിണി ഉത്സവം. ക്ഷേത്രമുറ്റത്ത് രോഹിണി ചന്തയും മത്സ്യക്കച്ചവടവും നടത്തിയുള്ള ആചാരങ്ങൾ ഉത്സവത്തെ വ്യത്യസ്തമാക്കി. ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര പരിസരത്തു നിന്നും ഉപ്പും ചുണ്ണാമ്പും വാങ്ങി മടങ്ങി. രോഹിണി നാളിൽ പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിനു മുന്നിൽ മുസ്ലിം സമുദായക്കാർ നടത്തുന്ന മത്സ്യക്കച്ചവടം ഇന്നും ആചാരത്തിന്റെ ഭാഗമാണ്. ഓയൂർ വെള്ളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തോട് ചേർന്നുള്ള ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ ആചാരങ്ങളാണ് ഉത്സവത്തിന് വ്യത്യസ്തത പുലർത്തുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്രയും മീൻ വരുന്ന ഒരു സ്ഥലം വേറെ കാണത്തില്ല. കച്ചവടക്കാർക്ക് നഷ്ടം ലാഭമായാലും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിന് പറയുന്നത് മണൽ വാണിഭം എന്നാണ് പറയുന്നത്. ഭരണി നാളിൽ തുടങ്ങുന്ന ഉത്സവം മതമൈത്രിയുടെ പ്രതീകമായി 8 ദിവസം നീണ്ടു. തെക്കൻ കേരളത്തിലെ ഏക ശ്രീരാമക്ഷേത്രമായതിനാൽ പുരാണത്തിലെ മത്സ്യരാജാവ് ഗുഹനുമായുള്ള ബന്ധത്തെ അനുസ്മരിക്കും വിധമാണ് മത്സ്യക്കച്ചവടം നടത്തുന്നത്. ജനങ്ങൾ വന്ന് തൊഴുത് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ആചാരമാണ്. ഇവിടെ അങ്ങനെ പൈസ നോക്കാറില്ല. നഷ്ടമായാലും ലാഭമായാലും ഇവിടെ വരുന്നവർ മീൻ മേടിച്ചുകൊണ്ട് പോകും. മീൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതാണ് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുക. അവരെ പണയ്ക്കൊന്നും പെടത്തില്ല. ക്ഷേത്ര പരിസരത്ത് നിന്നും ഉപ്പും ചുണ്ണാമ്പും വാങ്ങി സമീപത്തെ മലഞ്ചുഴിക്കടവിൽ ഒഴുക്കിയാൽ ഇഷ്ടകാര്യം സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വേടർ സമുദായത്തിലുള്ളവരാണ് ക്ഷേത്ര പരിസരത്ത് ചുണ്ണാമ്പ് വിൽപ്പന നടത്തുന്നത്. ഇസ്ലാം മത വിശ്വാസിക്ക് ഉണ്ടായ വിഷമം കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലായിക്കൊണ്ട് അവരുടെ ഒരു ദിവസം അവർക്ക് വേണ്ടി മീൻ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുമാണ് ഐതിഹ്യം. അതിൻ്റെ കൂടെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഇഷ്ടതോഴനായ ഗുഹൻ മത്സ്യരാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ഒരുതായിട്ടുമാണ് മത്സ്യക്കച്ചവടം. 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സ്യക്കച്ചവടമായതിനാൽ ലാഭം നോക്കാതെയാണ് വിറ്റഴിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച മത്സ്യവ്യാപാരം കാണാനും വൻ ഭക്തജനത്തിരക്കായിരുന്നു. കാർഷികാഭിവൃദ്ധിക്കായി കന്നുകാലി കച്ചവടവും നടന്നു. കതിരുകാളയുമായി പുഴ കടന്നെത്തുന്ന ഭക്തർ കളിമണ്ണിൽ നായയുടെ രൂപമുണ്ടാക്കി ക്ഷേത്രമേൽശാന്തിക്ക് സമർപ്പിക്കുന്നതോടെ രോഹിണി ഉത്സവം സമാപിക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും പൂരോത്സവത്തിനായി ഒരുങ്ങിത്തുടങ്ങി. പൂരോത്സവത്തിന് മുന്നോടിയായി ദേവിയുടെ ചങ്ങാതിമാരെ തേടിപ്പോകുന്ന അപൂർവമായ ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. പാരമ്പര്യ തനിമയിൽ ക്ഷേത്രം ബാല്യക്കാരാണ് ചങ്ങാത്തം ചോദിച്ച് വീടുകളിലെത്തുന്നത്. വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചെങ്ങാത്തം ചോദിക്കൽ. കാസർഗോഡ് ചെറുവത്തൂർ തുരുത്തി നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തെക്കരുടെ ഭാഗത്തു നിന്നുമാണ് ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് ആരംഭിക്കുക. പൂരോത്സവം നാട്ടിൽ ഉണർത്തുന്നതാണ് സവിശേഷമായ ചടങ്ങ്. പൂരപ്പന്തലിൽ നിന്നും ആർപ്പുവിളികളോടെയാണ് സംഘം പുറപ്പെടുക.
പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കളിയും മറത്തുകളിയും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുമെങ്കിലും ചെങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് അപൂർവമിടങ്ങളിൽ മാത്രമാണുള്ളത്. ചെറുസംഘങ്ങളായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ബാല്യക്കാരെ ദീപം തെളിയിച്ച് സ്വീകരിക്കും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകരുന്ന ചടങ്ങിന് ആതിഥേയരായി ഓരോ വീടും ഭക്ഷണമൊരുക്കി കാത്തുനിൽക്കും. ദേവിയുടെ ചങ്ങാതികളെ തേടിപ്പോകുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഇതിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് അരിപ്പത്തിട്ടുകൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ടും ഓരോ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ദേവിയുടെ പൂരം അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. ചെറുവത്തൂർ, പടന്ന, വലിയ പറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലുമായി ആയിരക്കണക്കിന് വീടുകളിൽ ബാല്യക്കാർ ചെങ്ങാത്തം ചോദിച്ചെത്തും. പല വഴി പിരിഞ്ഞ് വൈകിട്ടോടെ അഴിമുഖത്തിന് കിഴക്കായുള്ള പുഴ നീന്തി ഓടിത്തിരികെ എത്തുന്നവരെ സ്വീകരിക്കാൻ നാടാകെ ഒത്തുചേരും. ന്യൂസ് 18 ചെറുവത്തൂർ. വടക്കൻ കേരളത്തിലെ പൂരോത്സവവുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷ ആചാരമാണ് പത്മശാലിയ പൊറാട്ട്. കാസർകോട് പീലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം കാർത്തികവിളക്ക് മഹോത്സവ ഭാഗമായാണ് ആചാരപ്പെരുമയിൽ ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് നടത്തുന്നത്. പീലിക്കോട് തെരുവിലെ വിവിധ വീടുകളിൽ നിന്ന് പൊറോട്ട് വേഷങ്ങൾ അണിഞ്ഞൊരുങ്ങും. തുടർന്ന് ചെണ്ടയിലടിച്ച് കൈവിളക്കം പിടിച്ച് ബാല്യക്കാർ അരയാൽ തറയിൽ കൊട്ടിയറിയിപ്പ് നടത്തിയതോടെയാണ് തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അട്ടക്കണം പോതി, ചേകോന്മാർ, വാഴപ്പോതികൾ, കേളിപ്പാത്രം തുടങ്ങിയവ ആചാര പൊറാട്ട് വേഷങ്ങളാണ്. ഇവയ്ക്ക് പുറകെയായി ആനുകാലിക വിഷയങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരും വേഷങ്ങളുമായി എത്തും. അശ്ലീല പ്രശ്നങ്ങളില്ലാതെ കാഴ്ചക്കാരോട് മുഖത്തോട് മുഖം നോക്കിയാണ് പൊറാട്ട് വേഷങ്ങളുടെ സംസാരം. പൂരക്കാലത്തെ സവിശേഷമായ ഈ ആചാരം കാണാൻ ആയിരങ്ങളാണ് പീലിക്കോട് ഒഴുകിയെത്തിയത്. ന്യൂസ് 18 പീലിക്കോട്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ ടെർമിനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പദ്ധതി സ്ഥലം സന്ദർശിച്ചു. ടെർമിനൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനാണ് സംഘം സന്ദർശനം നടത്തിയത്. പഴയ ജങ്കാർ ജെട്ടിക്ക് സമീപം മൾട്ടിപർപ്പസ് പോർട്ട് നിർമ്മിക്കാനാണ് തീരുമാനം. കപ്പലിനടുക്കാൻ പാകത്തിൽ 100 മീറ്ററിൽ പുതിയ വാർഫ് നിർമ്മിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് പശ്ചാത്തല വികസനവും നടത്തും. ചരക്കു കപ്പലുകളും യാത്രാ കപ്പലുകളും എളുപ്പത്തിൽ അടുക്കാവുന്ന തരത്തിൽ 4 മീറ്റർ വരെ ആഴം ഉറപ്പാക്കുകയും ചെയ്യും. നിലവിലെ കണക്കനുസരിച്ച് ഹാർബർ പ്രദേശത്ത് പദ്ധതിക്ക് ആവശ്യമായ ആഴമുണ്ടെന്നാണ് കണ്ടെത്തൽ. 50 കോടി രൂപ ചിലവിലാണ് ആദ്യഘട്ടത്തിൽ പുതിയ പദ്ധതി ഒരുക്കുക. പദ്ധതിയുടെ DPR 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കും. അത്യാവശ്യം ചെറുകിട രൂപത്തിൽ യാത്രയ്ക്ക്, അതുപോലെ തന്നെ ചില നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കാനുള്ള സൗകര്യങ്ങളിൽ ചെറിയ ഷിപ്പുകൾക്ക് വന്നു പോകത്തക്ക രൂപത്തിലേക്കുള്ളൊരു പോർട്ട് എന്നാണ് നമ്മൾ ആദ്യം തന്നെ മാരിടൈം ബോർഡ് വിഭാവനം ചെയ്തിവിടെ. അത്ര പ്രപ്പോസൽ ഉണ്ടായിട്ടുള്ളൂ. അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം എന്ന നിലയ്ക്ക് ഇന്ന് ബേപ്പൂർ പോർട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ അതിന് സമാനമായ തോതിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതയുമുള്ള ഒരു മൾട്ടിപർപ്പസ് പോർട്ട് ഇവിടെ വളരെ തന്നെ പെട്ടെന്ന് തന്നെ വരുന്ന രൂപത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് മാരിടൈം ബോർഡ് ചെയർമാൻ അടക്കമുള്ള CEO അടക്കമുള്ള പോർട്ട് ഓഫീസർമാരടക്കമുള്ള ആൾക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. ചരക്ക് ഗതാഗത സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി മൾട്ടിപർപ്പസ് സംവിധാനത്തോടെയാണ് പദ്ധതി ഒരുക്കുക. കപ്പൽ ടെർമിനൽ ടൂറിസം രംഗത്ത് വൻ സാധ്യതകൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ. സ്ഥലം സന്ദർശിച്ച ശേഷം നന്ദകുമാർ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് 18 പൊന്നാനി. കേന്ദ്ര സർക്കാർ കട്ടപ്പനയിൽ അനുവദിച്ച ESI ആശുപത്രിക്ക് അംഗീകാരം ലഭിച്ചതായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. 100 കിടക്കകളുള്ള ESI ആശുപത്രി നിർമ്മിക്കുന്നതിന് ESI കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും MP അറിയിച്ചു.
രാജ്യത്തിന്റെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്നതാണ് ഓരോ വർഷവും ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ കോൺക്ലേവ്. ഇക്കുറിയും ഞങ്ങൾ ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ റൈസിംഗ് ഇന്ത്യയ്ക്ക് ഒരുങ്ങുന്നത്. രാജ്യത്തിന് അഭിമാനമായ വ്യക്തികളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇക്കുറി. നമ്മുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടുന്ന നവീന മാതൃകകൾ സൃഷ്ടിച്ചവരെ രാജ്യമെങ്ങുമുള്ള ന്യൂസ് 18 റിപ്പോർട്ടർമാർ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ്. നിരവധി പേരെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുന്ന മുഹമ്മദ് അലി എന്ന റിക്ഷാ പുള്ളറെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. It is a saying, those who could not manage to fulfill their dreams ensure that this does not happen for others. Such is the story of Ahmad Ali, a rickshaw puller from Karimganj district in Assam, who understood the importance of education and worked on it. He is a true hero of Rising India. রিক্সা চালাইয়া দেখলাম তো মানুষের হলুটা নিয়ে স্কুলে দিতাম আনতাম, তো আমারও যদি আমি ইলেও করি যে স্কুল করি তো আমার দেশেরও হলুটাই পড়িবা বা আমার ছেলেমেয়ে আসেন আমার এরাও পড়িবা, ও আপনার আরম্ভ করলাম। ও তখন তো অফিসারের বউ বা অফিসারের হলুটাইটা বইয়া নিতাম আনতাম, ও তখন মাটামাটি করলাম। করা হলে ঠিক আছে তুমি ইয়ে করো, জমিন দান করো, জমিন 3 বিঘা লাগবো যদি আমি স্কুল পয়দা করো। ও তো আপনার জমিন গভর্নমেন্টে দান করলাম, আসাম সরকারের নামে করলাম। খরিয়াও তো আপনার করলাম, খরিয়া এটা আপনার 85 ইউনিট ফাইলিলাম, গ্রান্ট ফাইলিলাম। গ্রান্ট বাবা তো আরও আমার বাড়ির আইরা একটা এলপি নাই, একটা কোনটা নাই, ও আপনার 3টে এলপি করলাম। Ahmad Ali has established 9 schools till today, one of which is a high school. This story is so astonishing that even PM Modi called to verify, and finding it to be true, invited him to Delhi and mentioned him in Mann Ki Baat. ഇതോടെ നമ്മുടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു.